ഹലോ ഗൈസ്, നമസ്കാരം. കാറിലല്ല, ഞാനൊരു വണ്ടിയുടെ പുറത്ത് നിന്ന് സംസാരിക്കുകയാണ്. നമ്മുടെ പ്രണവ് പ്രവീൺ ആ ഒരു വിഷയം രണ്ട് ഫാമിലിയും അതിൻ്റെ എക്സ്പ്ലനേഷൻ കൊടുത്തു. രണ്ട് ഫാമിലി അല്ല, ഒരു ഫാമിലി തന്നെയാണ്. രണ്ട് സൈഡിൽ നിന്നും എക്സ്പ്ലനേഷൻ എവിടെയെന്ന് ചോദിച്ച ആൾക്കാർക്ക് എക്സ്പ്ലനേഷൻ കൊടുത്തു. അതിനകത്ത് ഞാൻ കണ്ട ഏറ്റവും ഒരു കൗതുകകരമായ ഒരു കാര്യം, ജസ്റ്റ് ഒരു കമൻ്റായിട്ട് തന്നെ ഇവിടെ ഇട്ടേക്കാം. ഈ പെണ്ണാണ് കുടുംബത്തിന് രണ്ടാക്കി മാറ്റിയത്. ഇവൾ വന്നതിന് ശേഷം നശിപ്പിച്ചു, നാമാവിശേഷമാക്കി എന്ന് പറഞ്ഞുകൊണ്ട് മൃദുല എന്ന് പറയുന്ന പ്രവീണിൻ്റെ ഭാര്യയെ, ആ കുട്ടി ഇപ്പോൾ പ്രസവിച്ച് ആ കുടുംബം വളരെ ആ സന്തോഷത്തിൻ്റെ നിമിഷങ്ങളിൽ കടന്നു പോവുകയാണ്. ഈ കമൻ്റ് ഇടുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ഈ ഒരു കാര്യത്തിനെക്കുറിച്ച് ആ ഒരു പെൺകുട്ടിയെ എങ്ങനെയെങ്കിലും കുറ്റപ്പെടുത്തണം എന്ന് ആഗ്രഹിക്കുന്നവർ ഇടുന്നൊരു കമൻറ്റിൻ്റെ ഒരു രസമുണ്ട്. അതായത് അവർ പ്രധാനമായിട്ട് പറയുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പെണ്ണ് വന്ന് കയറിയതിന് ശേഷം ആണ് ഭയങ്കര പ്രശ്നം, പിന്നെ കണ്ണ് കിട്ടിയതായിരിക്കും, വളരെ ഇവരുടെ ഒരിക്കലും നമ്മൾ ചിന്തിച്ചിട്ടില്ല. പിന്നെ മറ്റൊരു ചോദ്യം എന്ന് വെച്ചാൽ, നമ്മൾ കാണുന്നതാണ് വീഡിയോ, അതുകൊണ്ട് നമുക്ക് മറുപടി തന്നേ പറ്റുള്ളൂ, അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്തിരുന്നാലും അത് നമുക്ക് എക്സ്പ്ലനേഷൻ തന്നേ പറ്റുള്ളൂ. ഓക്കെ, ഒരു ആസ് എ വ്യൂവർ എന്നുള്ള ലെവലിൽ നമുക്ക് ചോദിക്കാം എന്നുള്ളൊരു കാര്യം, അതൊക്കെ ശരി തന്നെയാണെന്ന് വയ്ക്കാം ഒരു പരിധി വരെ. പക്ഷേ ഡിമാൻഡ് ചെയ്യുന്നതിന് അവരുടെ പേഴ്സണൽ പ്രൈവസി ആണെന്നുള്ളൊരു കാര്യം കൂടെ പറഞ്ഞേ പറ്റുള്ളൂ എന്നൊക്കെ അഡ്രസ്സ് ചെയ്യപ്പെട്ടു പോകുമ്പോൾ അത് എത്രത്തോളം ശരിയാണോ തെറ്റാണോ വിലയിരുത്തപ്പെടണം. ഇവിടെ മൃദുലയുടെ കാര്യത്തിലേക്ക് വരാം. മൃദുല ആ വീട്ടിലേക്ക് കയറി വന്നു, ആ കുടുംബത്തിനെ ശിഥിലമാക്കി എന്ന് പറയുന്ന ആൾക്കാരോട് ചോദിക്കുന്നത്, നിങ്ങളുടെ ഇൻ്റർപ്രിട്ടേഷൻ അല്ലേ, നിങ്ങളുടെ ഒരു മനസ്സിൻ്റെ ഒരു ചിന്തയല്ലേ, ഇത് സത്യമാണോ ശരിയാണോ എന്നുള്ള കാര്യത്തിനെക്കുറിച്ച് നിങ്ങൾക്ക് എത്രമാത്രം വ്യക്തതയുണ്ട്? ആ കുടുംബവുമായിട്ട് ഡയറക്റ്റായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ബന്ധമുണ്ടോ? അവരെ നിങ്ങൾക്ക് നേരിട്ടറിയുമോ? ഏതോ സ്ഥലത്തിരുന്നുകൊണ്ട് എവിടെയൊക്കെയോ ഉള്ള കാര്യങ്ങൾ കാണിച്ചിട്ട് നിങ്ങൾ ഇരിക്കുന്നു, ഈ പറയുന്ന വീഡിയോ നിങ്ങൾ കാണുന്നു, മൊബൈലിലൂടെ കാണുന്നു അല്ലേ, അല്ലെങ്കിൽ മറ്റൊരു മാധ്യമത്തിലൂടെ കാണുന്നു, അതിനപ്പുറത്ത് എന്തറിയാം? ഇപ്പം ഞാൻ ശരത് പരമേശ്വർ എന്ന ഞാനൊരു വണ്ടിയുടെ പുറത്തിരിക്കുന്നു എന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞത് നിങ്ങൾക്ക് അറിയാവോ? ശരിയാണോ തെറ്റാണോ നിങ്ങൾക്കറിയോ? ഞാൻ തുടക്കത്തിൽ പറഞ്ഞു ഞാനൊരു വണ്ടിയുടെ പുറത്താണ്, ഈ ബൈക്കിൻ്റെ പുറത്തായിരിക്കുന്നത്. ബൈക്കിൻ്റെ പുറത്താണോ, ആനപ്പുറത്താണോ, വല്ല മലയുടെ പുറത്താണോ ഇരിക്കുന്നത് നിങ്ങൾക്കറിയോ? ഇല്ല. ഒരു ക്യാമറ തുറന്നു വെച്ചൊരു വ്യക്തി പറയുന്നത്, ആ ഒരു കാര്യത്തിൻ്റെ അകത്ത് നിങ്ങൾ കേൾക്കുന്ന കാര്യം ശരിയോ തെറ്റോ എന്ന് പറയുന്നതിനപ്പുറം അതിനും അപ്പുറത്തേക്ക് എന്ത്, നിങ്ങൾ എന്തിനാണ്ട് പുറത്തായിരിക്കുന്നത് എനിക്കിപ്പോൾ അറിഞ്ഞേ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ എനിക്കത് പറയണമോ വേണ്ടയോ ചിന്തിക്കാം. പക്ഷേ എൻ്റെ ചാനൽ കാണുന്ന ആൾക്കാർക്കറിയാം, വളരെ സൗഹൃദപരമായിട്ടാണ് ഞാൻ എൻ്റെ ഫാമിലി, അഥവാ എൻ്റെ യൂട്യൂബ് ചാനലിനകത്ത് ഈ ഒരു ഇതിനകത്ത് നിൽക്കുന്ന എല്ലാ ആൾക്കാരും എൻ്റെ ഫാമിലി മെമ്പേഴ്സായിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത്. വീഡിയോ കാണുന്ന ഓരോ ആൾക്കാർ റെസ്പെക്ട് ചെയ്തിട്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. എങ്കിലും പറയട്ടെ, ആ പെൺകുട്ടിയെ കരുവാരി തേക്കാൻ എന്താണ് ഇത്ര ത്വര? നമ്മളിപ്പോൾ അമ്മായിയമ്മ മരുമകൾ കലഹം, അടി പിടി വഴക്ക്, നമ്മുടെ സ്ത്രീധനത്തിൻ്റെ പേരിലുള്ള കൊലപാതകങ്ങൾ, ഗാർഹിക പീഡനങ്ങൾ, കുടുംബ കോടതികളിൽ ഡിവോഴ്സിന് വേണ്ടി നിൽക്കുന്ന ആൾക്കാർ, ഇങ്ങനെ പലതരത്തിലുള്ള ആൾക്കാർ നമ്മൾ കാണുന്നുണ്ട്. അതുമായിട്ട് ഏതെങ്കിലും തരത്തിൽ ബന്ധപ്പെട്ട് നിൽക്കുന്നുണ്ടോ ഈ ഫാമിലി? ഇല്ലല്ലോ. നിങ്ങളും ഞാനും മനുഷ്യരാണ്. കൊച്ചു എന്ന് പറയുന്ന ആളും പ്രവീൺ എന്ന് പറയുന്നവരും സഹോദരങ്ങളാണ്. ഒരു കുട്ടി അവിടെ വിവാഹം കഴിഞ്ഞ് വന്നു, ഇനി അടുത്ത് മറ്റേ ആളിനും അല്ലേ ഇതൊക്കെ സംഭവിക്കും. അതൊക്കെ സംഭവിച്ച് കുഞ്ഞുങ്ങളായി കുടുംബമായിട്ടൊക്കെ പോകും. ചില സമയങ്ങളിൽ പ്രശ്നമുണ്ടാകും, വഴക്കുണ്ടാകും, ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും അടി ഉണ്ടായതിന് ശേഷം ഒന്നിച്ച് പോകും. അവരെല്ലാവരും അവരുടെ ലൈഫിലേക്ക് പോകട്ടെ എന്നുള്ള ഒരു അഡ്വൈസ് കൊടുക്കുക. ഇതൊക്കെ സ്വാഭാവികമാണ്. വളരെ പക്വമായിട്ടുള്ള കമൻറ്റുകൾ കണ്ടു. ഇതൊക്കെ സ്വാഭാവികമാണ് മക്കളെ, ഇതൊക്കെ ഉണ്ടാവും. ജീവിതം കണ്ടവരങ്ങനെ കമൻറ്റ് ചെയ്യും. പക്ഷേ പരദൂഷണം പറയാൻ താല്പര്യമുള്ള, മറ്റുള്ളവൻ്റെ വീഴ്ച കാണാൻ ആഗ്രഹിക്കുന്ന, നമ്മുടെ സന്തോഷങ്ങളെ കണ്ടുകൊണ്ടിരുന്നതിന് ശേഷം ആ സന്തോഷത്തിന് ഇവനൊക്കെ ഇത്രയും ഉണ്ടല്ലോ എന്നൊക്കെ പറയുന്ന ഒരു വൃത്തികെട്ട മനസ്സിന് ഉടമയായിട്ടുള്ള ആൾക്കാർക്കൊന്നും ഇതൊന്നും ശരിക്കും മനസ്സിലാവാൻ ഈ കാലഘട്ടത്തിലെന്നല്ല അടുത്തെങ്ങും പോകുന്നില്ല. രണ്ട് തരത്തിൽ മനുഷ്യന് ജീവിക്കാം. ഒന്ന്, സ്വന്തം കാര്യം നോക്കി ജീവിക്കാം. സ്വന്തം സന്തോഷം കണ്ടെത്തുന്നതിൽ സമൂഹത്തിനെ മുഴുവൻ നമ്മളെ എന്തൊക്കെ പറഞ്ഞിരുന്നാലും ആ സമൂഹത്തിനെ നമ്മൾ നോക്കാതെ നമ്മുടെ കാര്യത്തിൽ മാത്രം ശ്രദ്ധ ചെലുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാം. അങ്ങനെയുള്ളവൻ മാത്രമേ ഈ ലോകത്ത് വിജയിച്ചിട്ടുള്ളൂ. സമൂഹത്തിനെ നോക്കി നടന്നവൻ വിജയിച്ചിട്ടില്ല. ഇനി രണ്ടാമത്തെ കാര്യം, ഈ സമൂഹം എന്ന് പറയുന്നവർ, അഥവാ കണ്ടവൻ്റെ കാര്യത്തിൻ്റെ അകത്ത് വളരെ സൂക്ഷ്മദർശിനിയും വെച്ചുകൊണ്ട് അവരെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. അവൻ എന്ത് ചെയ്യുന്നു? ചില വീടുകളിലേക്ക് നമ്മൾ ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അനുഭവം കാണും. നമ്മുടെ വീടിന് ചുറ്റും കുറേ വീടുകളുണ്ടാകും. നമ്മുടെ വീട്ടിലേക്ക് എന്തെങ്കിലും സംഭവം നടക്കുമ്പോഴേക്കും അയൽ വീടുകളിലേക്ക് ജനാലകളും കതവുകളും മറ്റുള്ള സ്ഥലങ്ങളിലേക്കുള്ള ആൾക്കാർ എന്താ അവിടെ നടക്കുന്നത് എന്നൊരു ചിന്ത ഉണ്ടാകും. ഇതേ തരത്തിൽ ഇപ്പോൾ ഈ യൂട്യൂബിൻ്റെ അകത്തും ഈ സാധനം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അതായത് അന്യൻ്റെ കാര്യങ്ങളെ പരദൂഷണപരമായ രീതിയിലേക്ക് അതിനെ വക്രീകരിച്ച് അതിനെ ഏതെങ്കിലും തരത്തിൽ മാനിപ്പുലേറ്റ് ചെയ്ത് ആൾക്കാരിലേക്ക് എത്തിക്കുക. അതോടൊപ്പം തന്നെ ആ ആൾക്കാരെ ശരിക്കും പറഞ്ഞാൽ ഇവരെ ഒന്നും അറിയാത്ത ആൾക്കാരെ കുറ്റപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുക എന്നൊരു ത്വര. നേരത്തെ പറഞ്ഞ രണ്ടാമത്തെ വിഭാഗം എന്ന് പറഞ്ഞാൽ സമൂഹത്തിൻ്റെ കുറ്റങ്ങൾ മാത്രം കാണാൻ വേണ്ടി ശ്രമിക്കുന്നവർ. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം
ഏറ്റവും ഭയങ്കര സ്വാദിഷ്ടമായ ഭക്ഷണം നമ്മൾ വളരെയധികം നന്നായിട്ട് കഴിക്കും, ആസ്വദിച്ച് കഴിക്കും. പക്ഷേ അതിനുശേഷം ആ ഒരു ഭക്ഷണത്തിൻ്റെ എക്സ്ക്രീഷൻ പ്രോസസ്സ് അഥവാ നമ്മുടെ ശരീരത്തിൽ നിന്ന് പുറന്തള്ളപ്പെടുന്ന ആ ഒരു വിസർജ്യത്തിനെ നമുക്ക് എങ്ങനെയാണ് കാണാൻ കഴിയുക? അതുപോലെയാണ് ഒന്ന് വളരെ സുന്ദരമായ അല്ലെങ്കിൽ വളരെയധികം നമുക്ക് ആസ്വാദ്യകരമായ ഭക്ഷണമായിട്ട് മാറുന്ന അതേ സാധനം തന്നെ അതിൻ്റെ എല്ലാ ഇതും നമ്മൾ ശരീരത്തിനകത്ത് എടുത്തതിന് ശേഷം അത് പുറന്തള്ളപ്പെടുന്നത് ഏറ്റവും മോശമായ രീതിയിലാണ്. അതുപോലെ തന്നെ നമ്മുടെ സമൂഹത്തിൻ്റെ അകത്ത് രണ്ട് പക്ഷം. ഒരു പക്ഷം എന്ന് വെച്ചാൽ സ്വന്തം ജീവിതവും സ്വന്തം കാര്യവും നോക്കി നടക്കുന്നവർ, എന്നാൽ മറുപക്ഷം ഈ ആൾക്കാരെ മാത്രം നോക്കി ജീവിക്കുന്നവർ. ഓക്കെ, അപ്പോൾ ഇതിനകത്തൊരു നിങ്ങളുടെ അടുത്ത് എനിക്ക് പറയാനുള്ളത്, ഇപ്പോൾ പ്രവീൺ പ്രണവ് അവരുടെ കുടുംബജീവിതം സത്യം പറഞ്ഞാൽ ഇതൊക്കെ ഈ ഒരു കോൺട്രവേഴ്സി ഉണ്ടാകുന്ന ഒരു ഗുണമല്ല, ദോഷം വരത്തില്ല. മറിച്ച് അവരുടെ കുടുംബത്തിൻ്റെ അകത്തേക്ക് ചികയാൻ വേണ്ടി ശ്രമിക്കുന്ന ആൾക്കാർ ഈ ഭൂമിയിൽ എന്ത് നേടുന്നു, അവരെന്താണ് അവരുടെ കോൺട്രിബ്യൂഷൻ ടു ദ എർത്ത് സറൗണ്ടിങ്സ്, ഈ ഒരു ഹാബിറ്റാറ്റിൽ നമ്മൾ എന്താണ് അവർ കൊടുക്കുന്ന ഒരു മെസ്സേജ്. ഞാൻ കണ്ടവൻ്റെ കുറ്റം, ഞാൻ ഇന്ന് ഒരുപാട് പേര് കുറ്റം പറഞ്ഞു, വാവ് ഗ്രേറ്റ്, ഞാൻ ഇന്ന് അവൻ്റെ കുറ്റം കണ്ടെത്തി, അവൻ ചെയ്ത് തെറ്റ് കണ്ടെത്തി, അവൻ്റെ പ്രശ്നങ്ങളെക്കുറിച്ച് ഞാൻ കണ്ടെത്തി എന്ന് പറയുമ്പോൾ എന്ത് സുഖം കിട്ടുന്നു? നിങ്ങൾ നിങ്ങളുടെ ഹാപ്പിനെസ് കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കണോ, മറ്റുള്ളവൻ്റെ കുറ്റം കണ്ടെത്താൻ ശ്രമിക്കണോ? മറ്റുള്ളവൻ്റെ കുറ്റം കണ്ടെത്താൻ ശ്രമിക്കുന്ന സമയത്ത് നിങ്ങൾ ചിന്തിക്കുക, നിങ്ങളാണ് ഒരു ക്യാൻസർ, ഈ ഒരു സൊസൈറ്റിയുടെ ഒരു ക്യാൻസറാണ്. മറ്റുള്ളവൻ്റെ കുറ്റം നിരന്തരമായി കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് എന്തോ പ്രശ്നമുണ്ട്. മറ്റുള്ളവൻ്റെ സന്തോഷങ്ങളിൽ നമുക്ക് പങ്കുചേരാൻ നമുക്ക് കഴിയുന്നുവെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു മനസ്സുണ്ട്. മറ്റുള്ളവനെ നന്നാക്കാനുള്ള വഴി പറഞ്ഞു കൊടുക്കുമെങ്കിൽ നിങ്ങൾ മഹാനാണ് എന്ന് നമുക്ക് പറയാം. മറ്റുള്ളവൻ്റെ കുറ്റങ്ങൾ മാത്രം കണ്ടെത്താനുള്ള ത്വര നിങ്ങൾക്കുണ്ട് എങ്കിൽ, ആ ഒരു അഭിവാഞ്ചം നിങ്ങളുടെ മനസ്സിനകത്തുണ്ടെങ്കിൽ, ആ സാധനം ശരിക്കും പറഞ്ഞാൽ ഒരു മാനസിക പ്രശ്നമാണ്. ആ മാനസിക പ്രശ്നത്തിൽ നിന്ന് പുറത്ത് കടക്കണമെങ്കിൽ ഒറ്റ വഴിയേ ഉള്ളൂ, നിങ്ങൾ നിങ്ങളുടെ ഹാപ്പിനെസ് കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, ഒരു യൂട്യൂബ് ചാനലാണ്, ആ ചാനലിൽ കൂടെ പുറത്തേക്ക് വരുന്ന കാര്യങ്ങളുടെ അകത്ത് നിങ്ങൾക്ക് അഭിപ്രായം പറയാം. സോഷ്യൽ മീഡിയയിലകത്ത് നടക്കുന്ന കാര്യമല്ലേ അഭിപ്രായം പറയാം എന്നുള്ള കാര്യമൊക്കെ ശരിയാണ്. സോഷ്യൽ മീഡിയയാണ്, അഭിപ്രായം പറയാതിരിക്കാം. പറയാമെന്നിരിക്കെ തന്നെ മറ്റൊരു സംഭവമുണ്ട്, പറയാതെ ഇരിക്കാം. നമുക്കൊരാളെ വേദനിപ്പിക്കാതിരിക്കാം. നമുക്ക് വേദനിപ്പിക്കാനുള്ള ഒരു ഓപ്ഷനുണ്ട്, വേദനിപ്പിക്കാതിരിക്കാനുള്ള ഓപ്ഷനുണ്ട്. എന്നാൽ ഞാൻ വേദനിപ്പിക്കാനുള്ള ഓപ്ഷൻ തന്നെ തിരഞ്ഞെടുക്കുമെന്ന് പറയുന്നിടത്താണ് ആ ഒരു ധാർഷ്ട്യമാണ് ശരിക്കും പറഞ്ഞാൽ പ്രശ്നം. പിന്നെ ഒരു കാര്യം, ഈ ഒരു കാര്യത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടാവും നിങ്ങൾ, എന്ന് വെച്ചാൽ ഈ ഒരു വിരൽ മാത്രമാണ് അങ്ങോട്ട് ഇരിക്കുന്നത്, ബാക്കി എല്ലാ വിരലും ഇങ്ങോട്ട് തന്നെ ഇരിക്കുന്നത്. നമ്മൾ മറ്റൊരുത്തനെ കുറ്റം പറയുമ്പോൾ നമ്മൾ ചിന്തിക്കുക, നമ്മൾ പെർഫെക്റ്റ് ആണോ? ഞാൻ 100% പറയാം, ഐ എം നോട്ട് എ പെർഫെക്റ്റ് പേഴ്സൺ അറ്റ് ഓൾ. ഞാൻ പെർഫെക്റ്റ് അല്ല, ഞാൻ ഒരിക്കലും പെർഫെക്റ്റ് അല്ല, ഞാൻ നല്ലവനും അല്ല. ഞാൻ എൻ്റെ ചാനലിൽ കൂടെ എനിക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റുമ്പോൾ ഞാൻ വളരെ സുന്ദരമായ മുഖവും ഇതൊക്കെ വെച്ചുകൊണ്ട് ഞാൻ സംസാരിക്കും. എന്നാൽ എനിക്ക് അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു ഫേസ് ഉണ്ടാകും. ചിലപ്പോൾ എനിക്ക് ദേഷ്യം വന്നാൽ ഇതിൻ്റെ അപ്പുറത്തായിരിക്കും. എനിക്കതിവിടെ കാണിക്കേണ്ട കാര്യമില്ല. എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് എനിക്കത് കാണിക്കേണ്ട ആവശ്യം വരുന്നില്ല. കാണിച്ച സാഹചര്യങ്ങളുണ്ടായിരുന്നു, പക്ഷേ ഇന്നതല്ല. അതാ പറഞ്ഞത്, നമ്മളെല്ലാം ഒരു പരിവർത്തനത്തിന് തയ്യാറാവണം. നമുക്കുള്ള ഒരു നെഗറ്റീവ് ഓറ എന്നുള്ള സാധനമുണ്ട്. അതായത് നമുക്ക് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളെ ചിന്തിക്കാനും നെഗറ്റീവ് കണ്ടെത്താനുള്ള ഒരു ത്വരയുണ്ടാവുമല്ലോ. ആ നെഗറ്റിവിസിറ്റി പുറകെ പോകുന്ന ആൾക്കാർ ശരിക്കും പറഞ്ഞാൽ ആ സമൂഹമായിട്ട് മാറും, ഒരു ഭൂരിപക്ഷമായിട്ട് മാറും. ആ സമൂഹത്തിൻ്റെ അകത്ത് എവിടെയെങ്കിലും ഒരാളെ കിട്ടുമ്പോൾ ചിലന്തിയുടെ വലയിൽ കുടുങ്ങിയിട്ടുള്ള ഇര പോലെ അയാളെ ഇങ്ങനെ പിച്ച് ചീന്തി കൂട്ടത്തോടെ കൊല വിളിച്ച് തിന്ന് അതിൽ നിന്നും വളരാനുള്ള ശേഷി ഉണ്ടാക്കുന്നത് പോലെ. അത് നല്ലതാണോ ചീത്തയാണോ എന്നുള്ളത് എൻഡ് ഓഫ് ദ ഡേ നിങ്ങൾക്കൊരു വീഴ്ചയുണ്ടാകും. നിങ്ങളുടെ ആ വീഴ്ചയ്ക്കകത്ത് നിങ്ങൾ അടപടലം മൂഞ്ചിരിക്കുന്ന സമയത്ത് നിങ്ങൾ ചിന്തിക്കും, ഞാൻ ഇത്രയും കാലം എന്താ ചെയ്തുകൊണ്ടിരുന്നത്? ഞാൻ ഇത്രയും കാലം മറ്റുള്ളവരെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നു. ഇപ്പോൾ പ്രവീണായിരുന്നു, അല്ലെങ്കിൽ പ്രണവായിരുന്നു, അല്ലെങ്കിൽ നാളെ മറ്റൊരാൾ എക്സ് ഓർ വൈ, ഇവരെ ഇങ്ങനെ മാറിയും മറിഞ്ഞും മറ്റൊരു വ്യക്തിയിൽ നിന്നും മറ്റൊരു വ്യക്തിയിലേക്ക് നമ്മളിങ്ങനെ കുറ്റം പറഞ്ഞ് നടക്കുമ്പോൾ നമ്മൾ എന്താണ് ചെയ്തത്? ഒരു ദിവസത്തിലേക്ക് നമ്മൾ എന്തൊക്കെയാണ് നമ്മളെ ഹാപ്പിനെസ്സിന് വേണ്ടി കൊടുത്തത്? നിങ്ങളുടെ ഇന്നർ ഹാപ്പിനെസ് കണ്ടെത്തുക, നിങ്ങളുടെ സ്വത്വം കണ്ടെത്തുക, നിങ്ങളുടെ സന്തോഷം കണ്ടെത്തുക, മറ്റുള്ളവർക്ക് സന്തോഷം കൊടുക്കുക, ഹേറ്റ് പരമാവധി കുറയ്ക്കുക. നമ്മുടെ ഈ ഭൂമി കിട്ടുന്ന ഈ ഒരു ചെറിയ ജീവിതം ഹാപ്പിയായിട്ട് ജീവിക്കുക. ഞാനിപ്പോഴും പറയുന്നു, ഞാൻ വണ്ടിയിൽ തന്നെയാണ് ഇരിക്കുന്നത്. ഓക്കെ, സോ വണ്ടിയിലിരിക്കുന്നു എന്ന് പറഞ്ഞാൽ വണ്ടിയിലാണോ എന്ന് ചിന്തിക്കുന്നതിന് മുമ്പ്, ഇതിനെ മറ്റുള്ളവൻ്റെ കാര്യം അവൻ പറയുന്നതിനെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്നതിന് മുമ്പ് നിങ്ങളെക്കുറിച്ച് ഹു ആർ യു എന്ന് നിങ്ങൾ സ്വയം ചോദിക്കുക. ഹു ഐ ആം എന്ന് ചിന്തിക്കുക. മറ്റുള്ളവരെക്കുറിച്ച് നല്ലത് ചിന്തിക്കുന്ന ആ ഒരു സമയം മുതൽ നമ്മൾ നന്നായി തുടങ്ങും. മറ്റുള്ളവരെക്കുറിച്ച് മോശം ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന കാലം അത്രയും നമ്മൾ നന്നാവത്തുമില്ല, മറ്റുള്ളവരെ നന്നാക്കാൻ സമ്മതിക്കത്തുമില്ല. സോ അത് വേണോ വേണ്ടയോ എന്ന് നിങ്ങളുടെ ഡിസിഷനാണ്. സോ ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അടുത്തൊരു വീഡിയോ കാണുന്നത് ഗൈസ്, ബൈ.